സ്തുതിക്കുന്നവരെന്തുവാണ് ഹല്ലേലൂയ എപ്പോഴും ജയിക്കും. ഇവിടെ എന്തുവാണ്? സ്തുതിച്ചവരെ ജയിച്ച ചരിത്രമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ സ്തുതിക്കുവാൻ തുടങ്ങിയപ്പോൾ എന്തുവാണ്? അത്ഭുതം നടക്കുകയാണ്. അവര് പിന്നീട് നമ്മൾ താഴോട്ട് അതിൻ്റെ 22, 23, 24 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നി. എന്തുവാണ്? അവർ പിന്നെ ഈ അറ്റാക്ക് ചെയ്യാൻ വന്നതായ ആ കൂട്ടര്, ആ വലിയ ജനസമൂഹങ്ങൾ പല കൂട്ടരെ വന്ന് 3 കൂട്ടരെ അവർ തമ്മിലടിച്ചു. തമ്മിലടിച്ച് വീണ്ടും നമ്മൾ വായിക്കും, നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തുവാണ്? 3 ദിവസം കൊള്ളയിട്ടിട്ട് എന്തുവാണ് അവർക്ക് സാധനങ്ങൾ എടുക്കുവാൻ ഒട്ടുക്കുന്നത്. അത്രമാത്രം എന്തുവാണ് അവരെ തോൽപ്പിച്ച്, ഇവർ യുദ്ധം ചെയ്യാതെ തന്നെ എന്തുവാണ് അവർ തമ്മിലടിച്ചെല്ലാം ഇട്ടിട്ട് പോവുകയാണ്. അപ്പോൾ യെഹോശഫാത്തും തൻ്റെ ആളുകളും പോയി എന്തുവാണ് കൊള്ളയിടുവാൻ തുടങ്ങി. 3 ദിവസം കൊള്ളയിട്ടിട്ട് പോലും തീർന്നില്ല എന്നാണ് പറയുന്നത്. അത്രമാത്രം എന്തുവാണ് ഹല്ലേലൂയ ആ യുദ്ധത്തിൽ ദൈവം അവർക്ക് ജയം കൊടുക്കുവാനായിട്ട് ഇടയായി. നമ്മൾ സങ്കീർത്തനം വായിക്കുന്നത് 68-ാം സങ്കീർത്തനം അതിന്റെ 1 നമ്മൾ വായിക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ. 62-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. ഇവിടെ പറയാണ് ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കളെ ചിതറിപ്പോകുന്നു. യുദ്ധം നിങ്ങൾക്കുള്ളതല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനായിട്ട് പോകുന്നുവെന്ന് ദൈവം പറഞ്ഞപ്പോൾ അത് കേട്ടതായ യെഹോശഫാത്തിന്റെ ജീവിതത്തിൽ എന്തുവാണ് സംഭവിച്ചത്? എക്സാക്ട്ലി നമുക്ക് ഈ 68-ാം സങ്കീർത്തനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കളെ ചിതറി. അപ്പോൾ വലിയ ഒരു കൂട്ടം സൈന്യമാണ് വന്നിരിക്കുന്നത്, വളരെ വെൽ പ്ലാൻ ചെയ്ത്. എന്നാൽ അവരെ ചിതറിപ്പിച്ച കർത്താവ്. ഹല്ലേലൂയ. എനിക്കെതിരെ നിനക്കെതിരെ വരുന്നായ ശത്രുവിനെ ചിതറിപ്പിക്കുവാനായിട്ട് നമ്മുടെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. എനിക്ക് മുമ്പായി നിനക്ക് മുമ്പായി കടന്നു പോകുന്നതായ ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ചിലപ്പോൾ ഈ ശത്രു എന്ന് പറയുന്നവൻ എന്തുവാണ്? ഹല്ലേലൂയ. ഉണ്ടാക്കുന്ന മെനകളും യവനെ പതിയിരിക്കുന്നതും യവൻ ഒളിഞ്ഞിരിക്കുന്നതും ചിലപ്പോൾ ആർക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇപ്പോഴും ഈ കഴിഞ്ഞിടെ ഉണ്ടായ യുദ്ധത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്തുവാണ്? 500 മൈൽ നീളമുള്ളതായ തുരങ്കങ്ങളാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല ഒരിക്കലും വിശ്വസിക്കലോടെ ജാഫന ഹോസ്പിറ്റലിൻ്റെ അടിയിൽ അവിടെയും തുറക്കം ഉണ്ടാക്കി അവിടെയും എന്തുവാണ് അവർ പാർക്കുന്നു. അപ്പോൾ അതൊരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല. കാര്യം മറ്റിടത്തൊക്കെ തുരങ്കം ഉണ്ടാക്കാൻ ഒരു പക്ഷിയില്ലേ. അപ്പോൾ രോഗികളെ കൊണ്ട് വന്ന് ആളുകൾ കിടക്കുന്നതായ ഹോസ്പിറ്റലിൻ്റെ അടിയിൽ എന്തുവാണ് തുരങ്കം ഉണ്ടാക്കി അവിടെ പോലും എന്തുവാണ് ഹല്ലേലൂയ ഹമാസ് പാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ശത്രു എവിടെ ഒളിച്ചിരിക്കുന്നത് എനിക്കോ നിനക്കോ കണ്ടുപിടിക്കുവാൻ സാധിക്കില്ല. എന്നാൽ ഹല്ലേലൂയ നിന്റെ ശത്രുവിനെ കണ്ടുപിടിച്ച് ഹല്ലേലൂയ അവരെ ചിതറിപ്പിക്കുവാനായിട്ട് കഴിവുള്ള ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അവന് നിനക്ക് എതിരെ ഒളിച്ചിരുന്നു കഴിഞ്ഞാലും ഹല്ലേലൂയ അതിനെ കണ്ടുപിടിച്ച് തക്ക സമയത്ത് നിനക്ക് വേണ്ടി എഴുന്നേറ്റ് യുദ്ധം ചെയ്യുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. 68-7 വായിക്കാം. സങ്കീർത്തനം 68-7. യെസ്, ഒന്ന് വായിച്ചാട്ടെ. 68-7. നിനക്ക് മുമ്പായി പോകുന്ന ദൈവമേ, നീ നിന്റെ ജനത്തിന് മുമ്പായി പുറപ്പെട്ടു. മരുഭൂമിയിൽ കൂടി നടകൊണ്ടപ്പോൾ ഭൂമി കുലുങ്ങി, ആകാശം ദൈവസന്നയിൽ പൊഴിഞ്ഞു. ഈ സീനായി ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയി. ദൈവമേ, നീ ധാരാളം മഴ പെയ്യിച്ചു, ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു, നിന്റെ കൂട്ടം അതിൽ പാർത്തു. ദൈവമേ, നിന്റെ ദയയാൽ നീ അത് എളിയർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. കർത്താവ് ആജ്ഞ കൊടുക്കുന്നു. മതി. നമ്മൾ ആ ഭാഗം എല്ലാം വായിക്കുമ്പോൾ എന്തുവാണ്? നിനക്ക് വേണ്ടി ഹല്ലേലൂയ എഴുന്നേൽക്കുന്ന കർത്താവ്, യുദ്ധം ചെയ്യുവാനായിട്ട് നമുക്ക് മുമ്പേ പോകുന്നതായ കർത്താവ്. ഞാൻ വിശ്വസിക്കുന്നു ഹല്ലേലൂയ നമ്മൾ അഭിമുഖീകരിക്കുന്നതായ പ്രശ്നങ്ങളെയൊക്കെ എന്തുവാണ് മെഴുകുപോലെ ഉരുക്കി കളയുവാനായിട്ട് കഴിവുള്ളതായ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. എന്നാൽ ഈ വിജയം എനിക്കൊന്നിനൊക്കെ വേണമെങ്കിൽ ഈ യെഹോശഫാത്ത് ചെയ്തായ ഹല്ലേലൂയ ഈ 4 കൂട്ടം 5 കൂട്ടം കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജയം കർത്താവ് തരും. എത്ര പേര് വിശ്വസിക്കുന്നു? ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എന്തുവാണ് ഒന്നാമത്തെ കാര്യം? എന്തുവാണ് വിജയത്തിനായി ഉള്ള തത്വം? എന്തുവാണ്? ഒന്നാമത് നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കുക. രണ്ടാമത് ദൈവത്തിന്റെ വചനം ഏറ്റുപറയുക. മൂന്നാമത് എന്തുവാണ്? ദൈവം പറയുന്നത് കേൾക്കുക, അതനുസരിക്കുവാൻ തയ്യാറാകുക. നാലാമത് ദൈവം പറയുന്നത് കേൾക്കുക മാത്രമല്ല അത് വിശ്വസിക്കുക. എന്നാൽ അതിനുശേഷം നമ്മളിവിടെ കാണുന്നത് എന്തുവാണ്? 28-ാം വാക്യം കൂടെ വായിച്ചോണ്ട് അങ്ങ് തീർക്കാം. ഹല്ലേലൂയ. ഒന്ന് വായിച്ചോണ്ട് തീർക്കാം. അതിന്റെ 28-ാം വാക്യം, 20-28. അവർ വീണകളോടും കിന്നരങ്ങളോടും കാഹളങ്ങളോടും കൂടെ യെരുശലേമിൽ യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു.
യഹോവ ഇസ്രായേലിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിന്റെ ഭീതി ആ ദേശങ്ങളിലെ സകല രാജ്യങ്ങളിന്മേലും വന്നു. അപ്പോൾ അവിടെ നമുക്ക് അതിനു മുമ്പ് 26-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. 26-ാം വാക്യം കൂടെ. 4-ാം ദിവസം അവർ ബെരോഖ താഴ്വരയിൽ ഒന്നിച്ചുകൂടി അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ബെരോഖ താഴ്വര എന്ന പേർ പറഞ്ഞു വരുന്നു. ഇവിടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം വലിയ ജയം വന്നവരെ തമ്മിലടുപ്പിച്ച് അവർക്ക് 3 ദിവസം കൊള്ളയിട്ടിട്ടും സാധനങ്ങൾ എടുത്ത് കൂട്ടുവാൻ സാധിക്കുന്നില്ല. അത്ര രീതിയിൽ എന്തുവാണ് ദൈവം അവർക്കെതിരെ വന്ന ശത്രുക്കളെ തടഞ്ഞു, അവരെ നശിപ്പിച്ചു, അവരെ ഉന്മൂല നാശമാക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ഈ ദൈവത്തിൻ്റെ മക്കളെ യഹോശഫാത്തും യഹൂദുള്ളതായ ആളുകൾ ചെയ്തെന്തുവാണ്? അവർ ബെരോഖ താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ബെരോഖ താഴ്വര എന്ന് പേർ പറയുന്നു. അതിനുശേഷം നമ്മൾ കാണിക്കുന്ന 22-ാം വാക്യം വായിക്കുമ്പോൾ അവർ വീണകളോടും കിന്നരങ്ങളോടും കാഹളോടും കൂടെ യെരൂശലേമിൽ യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു. യഹോവ ഇസ്രയേലിൻ്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ഭീതി ആ ദേശത്തിലെ സകല രാജ്യങ്ങളുടെ മേൽ വീണു. ഇവിടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? ഹല്ലേലൂയ, ഇവിടെ കർത്താവ് ജയം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ബെരോഖ താഴ്വരയിൽ എന്തുവാണ്? ജനത്തെ ഒന്നിച്ചുകൂടി എന്തുവാണ്? ദൈവത്തെ സ്തുതിക്കുന്നതായ ഹല്ലേലൂയ യഹോശഫാത്തും കൂട്ടരും. ഈ ദിവസങ്ങളിലെ കർത്താവ് ചില ജയങ്ങളെ നമുക്ക് തരുമ്പോൾ നമ്മുടെ കർത്താവിന് ഒന്നും പകരം കൊടുക്കുവാനില്ല. യെസ്, കർത്താവ് ചില ജയങ്ങളെ നമ്മുടെ കുടുംബങ്ങളിൽ അയക്കുമ്പോൾ നിനക്ക് ഒന്നും പകരം കൊടുക്കുവാനില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം മാത്രമേ നിനക്ക് പകരം കൊടുക്കാനുള്ളൂ, അവനെ സ്തുതിക്കുക, അവനെ ആരാധിക്കുക. ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസം കർത്താവ് ചില ജയങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ അയക്കും. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവ് ചില ജയങ്ങൾ അയക്കും. എന്നിലും നിന്നിലും ജയങ്ങൾ കർത്താവ് അയക്കും. ഈ പട്ടണത്തിൽ കർത്താവ് ചില ജയങ്ങൾ വിശ്വസിക്കാൻ എത്ര പേരുണ്ട്? സഭയിൽ കർത്താവ് ജയങ്ങൾ അയക്കും. എന്നാൽ ഈ ദിവസം കർത്താവ് ചില ജയങ്ങളെ ഹല്ലേലൂയ അയക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ ഒന്നുകൂടെ സ്തുതിക്കുവാൻ നമുക്ക് തയ്യാറാകാം. നമ്മുടെ കർത്താവിന് ഈ കഴിഞ്ഞ കാലങ്ങൾ സ്തുതിച്ചതില് അത്യുച്ചത്തിൽ എന്തുവാണ്? ഹല്ലേലൂയ. അവര് ദൈവത്തിന് വേണ്ടി പാടിയതുപോലെ ഹല്ലേലൂയ നമുക്ക് അവര് ബെരോഖ എന്ന് പറയുന്ന താഴ്വര കണ്ടുപിടിച്ചതുപോലെ കർത്താവ് നിനക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തുവാണ്? ഹല്ലേലൂയ, ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിച്ചിരുന്ന് ആരാധിച്ചോണം, പ്രാർത്ഥിച്ചോണം, സ്തുതിച്ചോണം. ഹല്ലേലൂയ. വീണ്ടും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും, വീണ്ടും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇതുപോലെ കാലം കേട്ടപ്പെട്ടതായ വചനത്തിന് മുമ്പാകെ ഹല്ലേലൂയ എത്ര പേര് പറയും, കർത്താവ് ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. അത് മാത്രമല്ല ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് പറയാം, കർത്താവ് ഞാൻ അങ്ങ് ഏറ്റുപറയും, അങ്ങയുടെ വചനം ഏറ്റുപറയും, അങ്ങയുടെ വാഗ്ദത്തങ്ങൾ ഞാൻ ഏറ്റുപറയും. ഹല്ലേലൂയ. കർത്താവേ, അത് മാത്രമല്ല അങ്ങ് എന്നോട് എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കുമെന്ന് ഇന്ന് പോൽക്കാലം ഈ എത്ര പേര് പറയും. ഹല്ലേലൂയ. അത് മാത്രമല്ല ഹല്ലേലൂയ കർത്താവേ, ആഴമായി ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നുവെന്ന് എത്ര പേര് യഹോശഫാത്ത് പറഞ്ഞതുപോലെ, ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞതുപോലെ ഇന്ന് പോൽക്കാലം എത്ര പേര് വിശ്വസിക്കും? വാക്കുകൾക്ക് ശക്തിയുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ വാക്കുകൾക്ക് ശക്തിയുള്ളത് കൊണ്ട് ഹല്ലേലൂയ നമ്മൾ പറയുന്നത് സംഭവിക്കാൻ പോവുകയാണ്. നീ നിന്റെ വീട്ടിലിരുന്ന് പറയുന്നത് സംഭവിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ നീ ആരാധിക്കുമ്പോൾ വിളിച്ചു പറയുന്നത് സംഭവിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. വിശ്വാസത്തിന് ശക്തി ഉള്ളതുപോലെ തന്നെ അവിശ്വാസത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. 12 പേരെ ഹല്ലേലൂയ മോശ ഒറ്റ നോക്കുവാൻ വിട്ടു. 12 പേരും തിരിച്ചു വന്നു. എന്നാൽ 10 പേര് അവിശ്വാസത്തിന്റെ വാക്കുകളാണ് ഉച്ചരിച്ചത്. അവിശ്വാസത്തിന്റെ വാക്കുകൾ ഉച്ചരിച്ച 10 പേര് എന്താണ് കനാൻ ദേശത്ത് കയറുവാൻ ഇടയായില്ല. എന്നാൽ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ വാക്കുകൾ വിളിച്ചു പറഞ്ഞതായ ഒരു കാലേബും ജോഷുവ എന്താണ് കനാൻ നാട്ടിൽ കാല് കുത്തുവാൻ ഇടയായി തീർന്നു. ഇന്ന് പോലെ കാലം നീ വിശ്വാസത്തിന്റെ വാക്കുകൾ ഈ ദിവസങ്ങളിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടി കർത്താവ് എഴുന്നേൽക്കും, നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് പോലെ കാലം ഇവിടുന്ന് ഒരു തീരുമാനത്തോട് പോകണം. ഞാൻ വിശ്വാസത്തിന്റെ വാക്കുകൾ ഉച്ചരിക്കാൻ പോവുകയാണ്, വിശ്വാസത്തിന്റെ വാക്കുകൾ ഏറ്റു പറയുവാൻ പോവുകയാണ്. ഹല്ലേലൂയ ഞാൻ വിശ്വാസത്തിന്റെ വാക്കുകൾ ഏറ്റു ചൊല്ലുവാൻ പോവുകയാണ്. ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഓർത്തുകൊണ്ട് ഞാനത് ഏറ്റു പറയുവാൻ പോവുകയാണ്. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു, താങ്ക് യു. റാഖാബാലബ സംധേരോ ഖോറോബലോ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, റക്കാലബ സംദേരഖോറോബോലോ, യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഈ പ്രിൻസിപ്പിൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ വിശ്വസിക്കും ഇന്ന് കേട്ടതായി സിമ്പിൾ മെസ്സേജാണ്. ഈ സിമ്പിൾ തത്വങ്ങൾ നീ ഞാനും ഒന്ന് പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് തുടങ്ങിയാൽ അനേക യഹോശാഫാത്ത് കണ്ടതിൽ വലിയ അത്ഭുതങ്ങൾ ഞാനും നീ കാണുവാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്ന ഒരു കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഞാൻ കാണുവാൻ പോകുന്നു പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ ഞാൻ കാണുവാൻ പോയാണെന്ന് പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില്. യെസ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റാബാലബ സംധേരോഖോറിയബല. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. റക്കാലാറ ഷിത്തോറോബോലോ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റബാലബ സത്തേരോഖോറോബോലോ. ഓ റബാബ സിത്തോറമാഖാചാന സെത്തോറോബോലോ. യേശുവിന്റെ നാമത്തില്. യെസ്, യെസ്, യെസ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. യെസ്, 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 യെസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റബാലബ സംധേരോബോലോ. യേശുവിന്റെ നാമത്തില്. ഉറബബ സത്തേഖോറോമലോ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, 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 താങ്ക് യു ജീസസ്. ഓ റബാല സിത്തോഖോറബാല. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ആമേൻ, 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 ആമേൻ. ആമേൻ, 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 ആമേൻ. ഓ റിഖാബാലബ സംധേരോഖോറോബിയ ബാബ. ഓ റിയാബാല ദേസോഖോറോമലോ സിഥേനമ. ആമേൻ, 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 ആമേൻ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലും വിഷയങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ ആരെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ ഓൺലൈനിൽ കേൾക്കുന്നവരാകട്ടെ, ഇവിടെ ആയിരിക്കുന്നവരാകട്ടെ, കർത്താവ് ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. എൻ്റെ ആ വിഷയത്തെ കർത്താവ് നീ ഒന്ന് കൈകാര്യം ചെയ്യണമേ. നീ എനിക്ക് വേണ്ടി എഴുന്നേൽക്കണമേ. യഹോശാഫാത്തിന് വേണ്ടി കർത്താവ് എഴുന്നേറ്റതുപോലെ എനിക്ക് വേണ്ടി കർത്താവ് എഴുന്നേൽക്കുന്ന വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മുഖത്ത് കർത്താവ് ദിവസങ്ങൾ വലിയ അത്ഭുതം വായിക്കാൻ പോവുകയാണ്, വലിയ വിടുതൽ കാണുവാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്ന എഴുന്നേറ്റ് നിന്നാട്ടെ. കൈവർത്ത് മാത്രമല്ല, ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ചില അത്ഭുതങ്ങൾ ചെയ്തിരിക്കും.